വിശപ്പമ്മേ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കൂ. വീട്ടിൽ നിന്നും കഴിക്കാതെയാണോ വന്നത്? വീട്ടിൽ നിന്ന് കഴിച്ചതാ. പക്ഷേ കുടുംബ വീട്ടിൽ വരുമ്പോ അമ്മയുടെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതേ ഒരു മനസ്സുഖമാ, അല്ലേ അമ്മേ? എന്നാ ഇതൊന്നും അമ്മ ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം എന്റെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കിയതാ. ആണോ? അയ്യോ, എന്നാ പിന്നെ ഊണിന്റെ സുഖവും മനസ്സുഖവും ഒന്നിച്ച് അനുഭവിക്കാൻ വേറെ എങ്ങും പോവണ്ട. നാത്തൂനുണ്ടാക്കുന്ന സാമ്പാറിനും പുളിശ്ശേരിക്കും പരിപ്പിനും ഒക്കെ എന്താ രുചിന്നറിയോ? ഉണ്ടാലും ഉണ്ടാലും മുഴുക്കില്ല. ചോറിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രം ഇനി എടുക്ക്. നാത്തൂനെ വിശന്നിട്ട് എന്റെ കുടല് കത്തുന്നു. വേണ്ടാന്ന് പറയുന്നതേ അമ്മയുടെ മൂക്കിൽ കയറുകൊണ്ടാ. എന്നെ കാണുമ്പോ അമ്മയ്ക്ക് ശുണ്ടിയും കയറും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് മൂക്കി കയറും. മൂത്ത മോളെന്ന നിലയ്ക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാ, അല്ലേ അമ്മേ? അല്ല, വെറുപ്പ് കൊണ്ടാ. ദിയമോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ അമ്മ വന്ദനയ്ക്ക് ആഭരണം കൊടുക്കാൻ തയ്യാറായത്. എന്നിട്ട് നിങ്ങൾ വന്ന് അതിൽ ഇടങ്കോലിട്ടില്ലേ? ആ പെങ്കുച്ചിനെ വേദനിപ്പിച്ചില്ലേ? നിങ്ങൾക്കും 2 പെമ്മക്കളാണെന്നുള്ള ഓർമ്മ വേണം. ആ ഓർമ്മ ഉള്ളത് കൊണ്ടാ നാത്തൂനെ ഞാനേ ഇടങ്കോലിട്ടത്. അമ്മയുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ എന്റെ പെൺമക്കൾക്ക് അനുഭവിക്കാനുള്ളതാ. അമ്മ അത് തന്നിരിക്കും, ഇല്ലെങ്കിലേ ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. അയ്യോ നാത്തൂനെ, എനിക്ക് വിശക്കുന്നു. അവനവന് വേണ്ട ഭക്ഷണം അവനവൻ തന്നെ വിളമ്പി കഴിക്കണം. ആരാ ഈ അവനവൻ? ഓ, എന്റെ കാര്യായിരിക്കും അമ്മ പറഞ്ഞത്. അതങ്ങ് നേരത്തെ പറഞ്ഞൂടെ അമ്മേ? അങ്ങോട്ട് മാറ നാത്തൂനെ. ആ ചൂട്. സൂപ്പർ. മനുഷ്യർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നന്ദിയെങ്കിലും വേണം. സുചിത്രേ, ഒന്നും പറയണ്ട. പോത്തിന്റെ ചെവിയില് വേദം ഓതിയിട്ട് കാര്യമില്ല. അച്ചമ്മയ്ക്കും പഴഞ്ചൊല്ലും അമ്മയ്ക്കും പഴഞ്ചൊല്ലും. എന്നാലേ വസന്തയ്ക്കും ഉണ്ടൊരു പഴഞ്ചൊല്ല്. നാണം കേട്ടാലേ വയറ്റിനു കൊള്ളാം. പക്ഷെ വിശപ്പിന്റെ കാര്യത്തിൽ മാത്രം ഈ വസന്ത പുലിയാ, പുലി. കുറ്റം പറയരുതല്ലോ, നല്ല കറി, നല്ല ടേസ്റ്റ്. അല്ല സുജിത്ത്, നിനക്ക് പഴഞ്ചൊല്ലൊന്നുമില്ലേ? അവര് പോയത് നന്നായി. ബാക്കി കറിയും കൂടി എടുക്കാം. അതെന്റെ ഫ്രണ്ടാണ്. നീ എന്ത് പണിയാടായി കാണിച്ചേ? നല്ല രസത്തിന് സിനിമ കണ്ട് സുഖിച്ചു വരുമായിരുന്നു. അപ്പോഴാ നീ അത് ഓഫ് ചെയ്തേ. അതിന്റെ അടുത്ത ഭാഗം കാണാനുള്ള ആവേശത്തിലായിരുന്നു ഞാനും മിനും ഒക്കെ. തിയേറ്ററിലോ പോയി സിനിമ കാണുന്നില്ല, ടിവിയിൽ കാണാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കത്തില്ലേ? നീ എന്തിനാണ് ടി വി നിർത്തി കളഞ്ഞത് മഹാഭാബി? ഭാരിച്ച കരണ്ട് ചെലവേ എന്റെ ആയുസ് കൊണ്ടുപോകാതിരിക്കാൻ. വേലയും കൂലിയില്ലാത്തവർക്കേ നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ? ഞങ്ങൾ ഉറങ്ങാൻ വൈകിയ നിനക്കെന്താടാ നഷ്ടം? ധനനഷ്ടം. കരണ്ട് എരിയണമെങ്കിലേ കാശ് മുടക്കണം. നിങ്ങൾ ആരെങ്കിലും 10 പൈസ മുടക്കുന്നുണ്ടോ? ണ്ടല്ലോ എത്ര കൊണ്ടാലും നാണമില്ലാത്ത കഴുത. എന്റെ കൈ മെനക്കെടുത്തത് മിണ്ടാതിരുന്നോളവിടെ. നീ എന്തിനാ ഇവനോട് കലി തുള്ളുന്നേ? എന്റെ അച്ഛൻ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നാണം കെട്ട ജന്തു. പ്രകാശ, കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെയുള്ള കുട്ടികളെക്കാൾ അനാഥ പരിശുകളെ പോറ്റുന്നതിലാണല്ലോ ഇവിടെയുള്ളവർക്ക് താല്പര്യം. ആ, അവന്റെ ഒരു ഫാൻ കൊള്ളല്.
അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. കറണ്ട് ചാർജ് മാസാമാസം പെരുകിക്കൊണ്ടിരിക്കുക. കാറ്റുകൊള്ളാൻ തെണ്ടികളും ഓണം മുടക്കാൻ പ്രകാശം അത് വേണ്ട. ഏട്ടാ എന്താ ഇത്? അച്ഛമ്മയും വിനുവേട്ടനും കാറ്റ് കൊള്ളുന്നതിന് കണക്ക് പറയാൻ തുടങ്ങിയോ? അവരെ ഇങ്ങനെ അപമാനിക്കരുത്. അവന്റെ ഒരു ഉപദേശം. അപമാനത്തിന് പോലും നീ ഒരു അപമാനമാണ്. ഭാര്യയുടെ ചെലവിൽ കഴിയുന്നവൻ എന്നെ ചൊറിയാൻ വരല്ലേ. സ്വന്തം കാലിൽ സ്വന്തം ചെലവിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായിട്ട് മതി നിന്റെ ഉപദേശമൊക്കെ. നിർത്തടാ. കയ്യില് കാശില്ലാന്ന് പറയുമ്പോഴും കുടുംബത്തിലെ സ്വർണ്ണക്കെ അനാഥ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. അതിനൊന്നും അമ്മയ്ക്ക് യാതൊരു സങ്കടവും ബുദ്ധിമുട്ടുമില്ല. പ്രകാശ് സത്യം പറഞ്ഞാല് ശ്വാസമുട്ടല്. ചന്ദ്രിക, നീ വന്ദനിക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ദൃക്സാക്ഷിയല്ലേ നിന്റെ മൂത്ത മോള് വസന്ത. അവള് മറ്റൊരു ബോംബിന് തീ കൊടുത്തിട്ടാ പോയെ. വസന്തൻ ഈ കുടുംബത്തിലെ സന്തതി തന്നെയാ. അവൾക്കും അനീതി കണ്ടാല് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവളെ അങ്ങനെ തഴയല്ലേ. ഇനി ഈ വീട്ടിലെ ചെലവിന് ചില്ലിക്കാശ് പോലും തരണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. വാക്ക് മാറ്റി പറയരുത്. എന്റെ കാശില്ലാതെ വീട്ടു ചെലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ഭാര്യയുടെ ചെലവിൽ ഓസിന് ജീവിക്കുന്ന ജന്തു. മനുഷ്യനെ അപമാനിക്കുന്നൊരു പരിധിയില്ലേ? ഏട്ടനൊന്നും നോക്കിയില്ലേ? കേട്ടം പോലും. ഓനെ വസന്ത അറിയില്ലേ? വസന്ത അവള് തന്നെ. ഓരോ തവണ വരുമ്പോഴും ആനക്കെടുപ്പത് ആഹാരം അവള് കഴിക്കുന്നുണ്ട്. അതിന് പകരമായി കുടുംബപ്പോരിനുള്ള ഓരോ കാരണങ്ങളും അവള് തൊടുത്തു വിടുന്നുണ്ട്. നശിച്ചവന് കാരണം ഈ കുടുംബം തന്നെ രണ്ടായി പോയല്ലോ എന്റെ ഭഗവതി. മാപ്പ് തരണേ. ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണേ ദേവി. ദേവി മാപ്പ് തരണേ, കാത്തുരക്ഷിക്കണേ അമ്മേ. ദേവി എനിക്ക് മാപ്പ് തരണേ. ഞാൻ
ചെയ്ത തെറ്റ് പൊറുക്കണേ. അവിടെ എന്തായിരുന്നു അമ്മേ? അതെ, കുറച്ചു നാള് മുമ്പ് ഇവിടെ ഒരു മോഷണം നടന്നു. മോഷണോ? പൂജ നടന്നുകൊണ്ടിരുന്നപ്പോ തൊഴുത്ത് നിന്ന് ഒരു അമ്മയുടെ കഴുത്തിന്ന് മാല കാണാതെ പോയി. എന്നിട്ട് പാവം അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. ദേവിയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. പോലീസിലൊന്നും പരാതിപ്പെട്ടില്ല. ആ അമ്മയുടെ അടുത്ത് നിന്നൊരു മുത്തശ്ശിയാ അത് കട്ടത്. കട്ട അന്ന് മുതല് അവർക്ക് ദേഹമാസകലം ചൊറിയും ചരങ്ങും വന്നത്രേ. നന്നായി. കക്കുന്നവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നിട്ടെന്താ, എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. ഫലം കണ്ടില്ല. അവസാനം മാല മോഷ്ടിച്ചതിന്റെ ശിക്ഷയാണെന്ന് ദേവി ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത്രേ. മാലയുമായി ആ സ്ത്രീ ഇവിടെ വന്ന് കുറ്റമേറ്റ് പറഞ്ഞതിന്റെ ബഹളാ മോള് കേട്ടത്. സൂപ്പർ. ആ മുത്തശ്ശി കള്ളൻ ചെയ്തെന്ന് ദേവിക്ക് എങ്ങനെ അറിയാവത്തനമ്മേ? എല്ലാം കാണുന്നവളല്ലേ ദേവി. ഇപ്പൊ മോൾക്ക് മനസ്സിലായോ ദേവിയുടെ ശക്തി എന്താന്ന്? മനസ്സിലായി. എന്റെ കാലും ദേവി കാണുന്നുണ്ടല്ലോ. അതും ദേവി ശരിയാക്കി തരുമായിരിക്കും അല്ലേ? തീർച്ചയായും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാലിന് സുഖമില്ലാതെ മോള് പ്രദർശനം വെക്കണ്ട, ഇവിടെ ഇരുന്നാ മതി. അമ്മ വലം വെച്ച് തൊഴുതിട്ട് വരാം കേട്ടോ? ശരി. മോളെ ഹായ് അങ്കിൾ. മോളെന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ ഒറ്റയ്ക്കല്ല, വന്ദനമ്മയുണ്ട്. വളം വയ്ക്കാൻ പോയിരിക്കാം. കാലിന് വയ്യാത്തോണ്ട് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയി. ആശ്വാസം. അങ്കിളിന്റെ മനസ്സിൽ കള്ളം വല്ലതുണ്ടോ? കള്ളോ? എന്റെ മനസ്സിൽ കള്ളമുണ്ടെന്ന് നിന്റെ അമ്മയാണോ പറഞ്ഞേ? അമ്മ പറഞ്ഞില്ല, എന്നാലും ഞാൻ ചോദിച്ചതാ. എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ഇവിടുത്തെ ദേവി കള്ളം കണ്ടുപിടിക്കാൻ പിടിക്കുക. തമാശയൊക്കെ വിടും മോളെ, നമുക്ക് ഗൗരവമുള്ള കാര്യം സംസാരിക്കാം. എത്ര നാളായിട്ട് മോളെ ഈ കാലും കൊണ്ടി നടക്കുന്നു? ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നല്ലേ ഉള്ളൂ. എന്റെ വന്ദനാമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ട്. ഏതോ ഡോക്ടർ കാർത്തിക മാധവനെ കൊണ്ട് ചികിത്സിച്ച കാല് ശരിയാവുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ട്. കാർത്തിക മാധവ് കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ടെന്താ ചികിത്സ നടത്തുന്നില്ലേ? അതിന് ഒരുപാട് പണം വേണോ അങ്കിളെ? അമ്മയുടെ കയ്യില് പണമില്ല. അപ്പോ പണമാണ് പ്രശ്നം. മോള് ക്ഷേത്രത്തിൽ വെച്ചല്ലേ പണത്തിന്റെ പ്രശ്നം പറഞ്ഞത്? എല്ലാം കാണുന്നുണ്ട് ദേവി. മോളുടെ കാര്യത്തില് ദേവി ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വന്ദനാമ്മയെ പോലെ ഒരമ്മയെ മോൾക്ക് തന്ന ദേവി മോളുടെ അസുഖം ഭേദമാക്കി തരും. എനിക്കറിയാം അങ്കിളെ, ദേവി എല്ലാം കാണുന്നവളാ. മോള് ദേവിയോട് പ്രാർത്ഥിക്ക്, എല്ലാം നടക്കും. മോളുടെ വന്ദനാമ്മ വരുന്നു, ഞാൻ അങ്ങോട്ട് പോയേക്കാം. അങ്കിളിന് വന്ദനാമ്മയെ പേടിയാണോ? വന്ദനാമ്മയ്ക്ക് അങ്കിളിനെ കാണുന്നതേ ഇഷ്ടമല്ല. അങ്കിള് പോട്ടെ. അങ്കിളെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനിവിടെ വന്നെന്നോ നിന്നെ കണ്ടെന്നോ വന്ദനമ്മയോട് പറയരുത്. എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കാണിച്ച് കീറിക്കളയും. സിംഹ വന്ദനമ്മ, സിംഹം. നീ എന്താ ചിരിക്കുന്നേ? വന്ദനാമ്മ സിംഹമാണെന്ന്. സിംഹം എന്നാര് പറഞ്ഞു?
ഞാൻ സിംഹാണെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വന്ദനമ്മ പാവം. എന്നാലേ സിംഹം മറ്റൊരാൾ. അതാരാ? അതൊക്കെയുണ്ട്, പറയാം, വാ. അല്ല, അമ്മയിന്ന് നേരത്തെ അടുക്കള കയറിയോ? ഞാനെന്താ അമ്മ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, അടുക്കളപ്പണിയൊക്കെ ഇനി ഞാൻ ചെയ്തോളാം. തമാശ കളാ അമ്മേ, ഞാൻ ചെയ്യാറുള്ള പണിയല്ലേ ഇതൊക്കെ. ദേ മാറി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, മാറിയുന്നേ. മക്കളോട് ചെലവിന് ചോദിക്കുന്നത് തന്നെ ഇക്കാലത്ത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഇനി മരുമോളെ കൊണ്ട് അടുക്കളപ്പണിയെ കൂടി എടുപ്പിച്ചാലേ അത് അതിലും വലിയ പാപമാവും. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. ആദ്യമൊക്കെ എന്നെ അടുക്കളപ്പണിക്കാരിയാക്കിയെന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹരിത അടുക്കള കയറുന്നില്ല എന്നുള്ള കാര്യത്തിലായിരുന്നു മുറുമുറുപ്പ്. ഇപ്പോ ഞാൻ ആരെക്കുറിച്ചും പരാതി പറയുന്നില്ല. അടുക്കളപ്പണി എന്റെ അവകാശമായി കണ്ട് ഞാൻ അമ്മയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്നോട് എന്തിനാ അമ്മ ഇങ്ങനെ? അമ്മയുടെ മകൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭാര്യയുടെ തലയണ മന്ത്രം കൊണ്ടാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലേ ആ ധാരണ തെറ്റാ. എന്റെ ഭർത്താവിനെ പെറ്റ തള്ളിക്കെതിരെ തള്ളിവിടുന്ന ഒരു തലയണ മന്ത്രം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴേ ആരെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മക്കളെയും മരുമക്കളെയും ആരെയും. മോങ്ങാനിരുന്ന നായയുടെ പുറത്ത് തേങ്ങ വീണെന്ന് പറയുന്ന ഒരവസ്ഥയില്ല കാര്യങ്ങൾ. വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കാത്തിരിക്കുക നിന്റെ ഭർത്താവ്. ഭാര്യയെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കുന്നു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അതൊരു പുതിയ കാര്യവും കാരണവും ഒക്കെ ആക്കി മാറ്റാൻ അധിക നേരമൊന്നും വേണ്ട നിന്റെ ഭർത്താവിന്. ഇനി അവന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ശക്തിയില്ല എനിക്ക്. അമ്മ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഞാൻ ആരെയും വേദനിപ്പിക്കാനൊന്നും വരുന്നില്ല. പൊയ്ക്കോ, പോയി വിശ്രമിച്ചോ. ഭക്ഷണത്തിന് സമയമാവുമ്പോ ഞാൻ വന്ന് വിളിക്കാം. പൊയ്ക്കോ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ടിവിയും ഫാനും ഒന്നും ഇല്ല, കറണ്ട് ചാർജ് കൂടുവെന്ന്. അതുകൊണ്ടാ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന. കണ്ണടച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ മനസ്സില് ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരും. വടക്ക് നിന്നൊരു തണുത്ത കാറ്റ് കൂടെ കൂടെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. അതെ, ഭഗവാൻ വീശുന്ന കാറ്റാ. ഇനി മുതല് അതാണ് നമ്മുടെ ഫാൻ. ഭഗവാന്റെ മുന്നിലെ ദാരിദ്ര്യം പറച്ചിലും കണക്കെഴുത്തും ഒന്നും ഇല്ലല്ലോ. നീയും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ മോനെ, സമാധാനം കിട്ടും. ഇതെവിടെയത്?
ഇന്നത്തെ പത്രം എവിടെ? ഡാ, ഇന്നത്തെ പത്രം എവിടെ? പത്രം. പാത്രമല്ല, പത്രം എവിടെയെന്ന്. നിന്നുണ്ടല്ലോ. അതെ, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പത്രം വരുത്തുന്നത് ഇന്ന് മൂലങ്ങ് നിർത്തി. പത്രം നിർത്തിന്നോ? ആരോട് ചോദിച്ചിട്ട് നിർത്തി? ആരത് വേണ്ടാന്ന് പറഞ്ഞേ? ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ചന്ദ്രികയാ. പത്രത്തിന്റെ പൈസ കൊടുക്കുന്നത് മാധവനും. അതുകൊണ്ട് മാധവനുമായിട്ട് ആലോചിച്ച് പത്രം വരുത്തൽ നിർത്തി ചന്ദ്രിക.